ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് സർവൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസിങ് പരിപാടികൾ ചെയ്യാം, ആഡ്സ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന നിങ്ങൾ പിന്നെയും ഇൻഫ്ലുവൻസർ ആണോ ആക്ടർ ആണോ എന്നുള്ളതിൽ പിന്നെയും നിങ്ങൾ സ്ട്രഗിൾ ആവും. നിങ്ങൾക്ക് ആ സ്ട്രഗിളും നിങ്ങൾക്ക് വരും. വാട്ട് യു വോണ്ട് ടു ബിക്കം എന്ന് പറയുന്നിടത്ത് ചിലപ്പോ അതിൽ നമ്മൾ സെറ്റായി പോവുകയും ചെയ്യും. അതിൽ തിരക്കേടില്ലല്ലോ, ഫെയിം ഉണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. ഇതിന് സിനിമക്കാരെക്കാളും ഫെയിം ഉണ്ട്. സിനിമക്കാരെക്കാളും ഫെയിം ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു പുതുമുഖ ഒരു ആർട്ടിസ്റ്റിന് കിട്ടണേക്കാളും കാശ് ചിലപ്പോ ഇൻഫ്ലുവൻസർ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു ടോപ്പ് ഒരു ഇതിലേക്ക് എത്തുമ്പോഴല്ലേ ഒരു സേഫ് ഇതിലുള്ള പേയ്മെന്റ് സംഭവമുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോളിൽ കുറെ നാൾ പോകുന്ന ആൾക്ക് ചിലപ്പോ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാക്കുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതെ, അല്ലെങ്കിൽ നാലക്കത്തിന് മുകളിൽ കിട്ടില്ല. അപ്പൊ അവർക്ക് അവരത് അവരുടെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അവരിറങ്ങുമ്പോ ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം പല പല റവന്യൂ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ എല്ലാം റവന്യൂ വരാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പല ഇൻഫ്ലുവൻസേഴ്സിനും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്നില്ല, താല്പര്യമില്ല. അവരെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ സമയമില്ല. അവര് പറയും ഞാൻ 4-5 ദിവസം നമ്മുടെ പരിപാടി മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് വരണം. അപ്പൊ എനിക്കൊരു വയബിൾ അല്ല. ഡേറ്റ് എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അല്ല ഇന്നലെ കുട്ടി പറഞ്ഞിട്ടില്ലേ 4 സീനം ഉണ്ടായിരുന്നു, എനിക്ക് വർക്കായില്ല, ഇഷ്ടമായില്ല. ഒരു കുട്ടീനെ പരിചയപ്പെട്ട് 14 വയസ്സേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു സിനിമയില് ഇനി വരാൻ പോകുന്ന സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റ്. അപ്പൊ പുള്ളിക്കാരി ചോദിച്ചു അപ്പൊ എന്നിട്ട് ചെയ്യുന്നില്ല? ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. അതെന്താ? ആകെ 4-5 സീനേ ഉള്ളൂ, എനിക്ക് വർക്കായില്ല. അപ്പൊ ഞാൻ 14 വയസ്സേ ഉള്ളൂ. നല്ല കാര്യ, ഞാൻ മോശമായിട്ടല്ല പറഞ്ഞ. പുള്ളിക്കാരിക്ക് വരെ ഓപ്ഷൻസ് ഉണ്ട്, ചെയ്യണോ വേണ്ടയോ എന്നുള്ള. ഞാൻ ഒന്നും കൂടെ ചോദിച്ചു, അവരായിട്ടാണോ പറഞ്ഞ ഞാനായിട്ടാ പറഞ്ഞത്? വെരി ഗുഡ്. അല്ല, നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നമുക്ക് തരുന്നത് ചെയ്തിട്ട് വീട്ടിൽ പോകാനുള്ള. നമ്മള് ചെയ്യുന്ന സമയത്ത് ടിക്ടോക്ക് ഒക്കെ ഒരു ഇതായിട്ട് പറഞ്ഞുള്ളൂ. അന്ന് ഡയറക്ടേഴ്സ് ഈ ഓഡീഷൻ കോളിന് വരുമ്പോ പ്രത്യേകം എഴുതും ടിക്ടോക്ക് വീഡിയോസ് അയക്കണ്ട. അതായത് നിങ്ങൾ പെർഫോമൻസ് വീഡിയോസ് പറഞ്ഞിട്ട് ടിക്ടോക്കോ ഇതോ അയക്കരുത്. ഇന്ന് അതാണ്, അതായത് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളെ നമുക്കൊരു ചെറിയ റോളിലേക്ക് എടുക്കാം. എന്താന്ന് വെച്ചാൽ ആളുടെ കുറച്ച് ആൾക്കാര് സിനിമ കാണും, അല്ലെങ്കിൽ അവന്റെ ആരാധകര് വരും എന്നുള്ളൊരു. അതെ അതെ അതെ, അവരിടും 4-5 റീലിടും സിനിമ ഇറങ്ങാറാകുമ്പോ. നിങ്ങളുടെ പടത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇഷ്ടം പോലെ